DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 24 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വെള്ളി ശനി ദിവസങ്ങളിലും എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശനിയാഴ്ചയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത അറിയിപ്പ്, മുഹറം പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും. കലണ്ടർ അനുസരിച്ച് നേരത്തെ മുഹറത്തിന്റെ അവധി വ്യാഴാഴ്ചയായിരുന്നു. എന്നാൽ മാസപ്പിറവി കണ്ടതനുസരിച്ച് മുഹറം വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയതുകൊണ്ടാണ് അവധിയും മാറ്റിയത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. ഇന്നലെ 2 തവണയായി 2500 രൂപ കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഇന്ന് 200 രൂപയാണ് ഇടിഞ്ഞത്. 1,05,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് കുറഞ്ഞത്. 13,230 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 3 ആഴ്ചക്കിടെ 8,000 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, താൽക്കാലികമായി മുടങ്ങിയിരുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് യുവർ സ്കോളർഷിപ്പ് പദ്ധതി സർക്കാർ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ചെയ്യുന്നവർക്കുമായി പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അർഹതയുള്ള ഈ പദ്ധതിക്കായി ഈ വർഷത്തെ ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. ജൂലൈ 1-ാം തീയതി ആരംഭിക്കുന്ന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തുവരുമെന്നതാണ് സൂചന. നിലവിൽ 3 മാസത്തെ ഗഡുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സംസ്ഥാനത്തെ സ്ത്രീകൾക്കായി ആകർഷകമായ വിദ്യാഭ്യാസ വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട്. വിദേശ പഠനത്തിനായി പരമാവധി 30 ലക്ഷം രൂപ വരെയും ഇന്ത്യയിലെ ഉന്നത പഠനത്തിനായി 20 ലക്ഷം രൂപ വരെയും ഈ പദ്ധതിയിലൂടെ വായ്പയായി ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് APL BPL വ്യത്യാസമില്ലാതെ ഇതിനായി അപേക്ഷിക്കാം. ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഹാജരാക്കേണ്ട. ഈ വായ്പകളുടെ തിരിച്ചടവ് കാലാവധി 3 മുതൽ 5 വർഷം വരെയാണ്. 3% മുതൽ 6% വരെയുള്ള വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭ്യമാകുന്ന ഈ വായ്പയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ EKYC എല്ലാവരും നിർബന്ധമായും ചെയ്യണമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ കൃഷി വകുപ്പിന്റെയോ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. എങ്കിലും ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ ഫോണിൽ PM കിസാൻ ആപ്പും ആധാർ ഫേസ് RD ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് ഫേസ് ഒതന്റിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ EKYC സ്റ്റാറ്റസ് പുതുക്കാവുന്നതാണ്. ജൂൺ 30 ഇതിന്റെ അവസാന തീയതിയെന്ന് പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ അതിനുശേഷവും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.